തദ്ദേശ ഗവൺമെൻറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂട്ടിയാണ് സൗണ്ടുണ്ട്. ഇതോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആസന്നമായ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നല്ല മികവാർന്ന തിരഞ്ഞെടുപ്പ് മുന്നേറ്റം ഈ ത്രിതല തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന ഉറച്ച ആത്മവിശ്വാസമാണ് ഉള്ളത്. കേരളം LDFും UDFും BJP നിയന്ത്രിക്കുന്ന മുന്നണിയും പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിൽ പ്രധാനമായും LDFും UDFുമാണ് മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളും ഇതര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. UDFന് വലിയ ശിഥിലീകരണം ഉണ്ടായ ഒരു കാലമാണ്. UDF ദുർബലപ്പെട്ടിരിക്കുകയാണ്. UDFിൽ നിന്ന് കേരള കോൺഗ്രസ് M വിട്ടുപോയി എന്ന് തന്നെയാണ് UDFിനെ ദുർബലപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നേരത്തെ LJDയും UDF വിട്ടു. കേരള കോൺഗ്രസ് M ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചേരുകയും അതിൻ്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുമാണ്. LJDയും മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നതും മത്സരിക്കുന്നതും. ഇത് UDFിനെ വല്ലാണ്ട് പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്. പരിഭ്രാന്തമായ ഒരു UDFിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാഷ്ട്രീയ തിരിച്ചടികളുടെ മുന്നിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട UDFാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ UDFിലെ ഘടകകക്ഷികൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ലീഗും മാത്രമാണ്. അപ്പോൾ ഈ പരിഭ്രാന്തിയിൽ നിന്ന് തെറ്റായ രാഷ്ട്രീയ നിലപാടുകളിലേക്കാണ് UDF നീങ്ങിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രകടമായ കാര്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സംഭവിച്ച പരിണാമമാണ്. ലീഗ് അധികാരത്തിലേക്കുള്ള എളുപ്പവഴികൾ സ്ഥിരമായി അന്വേഷിച്ച് പോന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്. അധികാരം അഴിമതിക്കായിട്ട് ഉപയോഗപ്പെടുത്തുക, അധികാരം വർഗീയത വളർത്താൻ ഉപയോഗപ്പെടുത്തുക,
ഈ നിലയിലാണ് ലീഗ് അതിൻ്റെ അധികാരത്തെ എല്ലാ കാലത്തും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോഴാകട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് മതമൗലികത വാദവുമായി ബന്ധപ്പെട്ട ചേരിയിലേക്ക് ലീഗ് കൂടുതലായിട്ട് നീങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ സംഘപരിവാർ പിന്നിൽ നിന്നും പിന്തുണക്കുന്ന BJPയുടെ കേന്ദ്ര ഭരണം വലിയ തോതിലുള്ള നിയമനിർമ്മാണങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾ, രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തൽ, മതന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കൽ, ഈ നിലയിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. തീവ്ര ഹിന്ദുത്വം അതിൻ്റെ എല്ലാ കരുത്തോടും കൂടി രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ പ്രയോഗിക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സമയത്ത് എതിർദിശയിൽ ഒരു വർഗീയ ഏകോപനം, ന്യൂനപക്ഷ വർഗീയ ഏകോപനത്തിന് വേണ്ടിയുള്ള ഏത് പരിശ്രമവും, മതമൗലികതാവാദികളെ ശക്തിപ്പെടുത്തുന്ന ഏത് നിലപാടും സംഘപരിവാറിന് കരുത്തു പകരുന്ന പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടത്താൻ സഹായകരമാണ്. ആ നിലയിൽ വേണം ഇപ്പോൾ ലീഗും UDFും, കോൺഗ്രസ് എല്ലാ പിന്തുണയും ഈ കൂട്ടുകെട്ടിന് നൽകിയിട്ടുണ്ട്. ലീഗും UDFും ജമാഅത്തും ചേരുന്ന ഈ മുന്നണി നമ്മുടെ നാട്ടിലെ ഹിന്ദുത്വ തീവ്രവാദ ശക്തികളെ ശക്തിപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നു. നമ്മൾ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം, തോൽപ്പിക്കാമായിരുന്നു BJP മുന്നേറ്റത്തെ. അതിനെ ദുർബലപ്പെടുത്തിയ ഘടകങ്ങളിലൊന്ന് കൂടുതൽ മതതീവ്രവാദവൽക്കരിക്കാൻ സഹായകരമായ രൂപത്തിൽ ചില മുസ്ലിം മതമൗലികതാവാദ സംഘടനകൾ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നിലപാടുകൾ കൂടിയാണ്. ആ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ നീക്കം കേരളത്തിൽ നടത്തുകയാണ് UDFും ലീഗും. ഇതിനെതിരായിട്ടുള്ള ബഹുജന അഭിപ്രായം കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. മത ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിലെ ഉൽപ്പതിഷ്ണുക്കളായ എല്ലാവരും നമ്മുടെ സമൂഹത്തിൻ്റെ പൊതു താല്പര്യത്തെ ഗൗരവപൂർവ്വം കാണുന്നവർ ഈ നിലപാടിനെതിരായ അഭിപ്രായ പ്രകടനങ്ങൾ ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷ ഈ നിലപാടിനെതിരായി ചിന്തിക്കുന്നവർ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കൂടുതലായി വോട്ടുകൾ രേഖപ്പെടുത്തും. മലപ്പുറം പോലുള്ള ജില്ലകളിൽ പോലും അതുവഴി കൂടുതൽ മുന്നേറ്റമുണ്ടാക്കാനുള്ള സാധ്യതയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം മൂല്യരഹിത രാഷ്ട്രീയവും വലിയ അഴിമതിയും ഇപ്പോൾ ലീഗിനെ മൂടിക്കഴിഞ്ഞിരിക്കുകയാണ്. 2 MLA-മാർ ഇതിനകം അറസ്റ്റ് ചെയ്യപ്പെട്ടു. നിരവധി നേതാക്കൾക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അഴിമതിക്കാരെയും ന്യായീകരിക്കാനാണ്, അഴിമതിയെ ന്യായീകരിക്കാനാണ് ലീഗ് പരിശ്രമിച്ചത്. വളരെ വിചിത്രമായ നിലപാടാണ് ഇക്കാര്യത്തിൽ യൂണിയൻ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. അഴിമതിക്കാർക്ക് വലിയ അംഗീകാരം നൽകുന്നൊരു പാർട്ടിയായിട്ട് അത് മാറി എന്നുള്ളതാണ്
നമുക്ക് കാണാൻ കഴിയുക. മാത്രമല്ല, നമ്മുടെ സംസ്ഥാനം അഭൂതപൂർവമായ വികസന മുന്നേറ്റമുണ്ടാക്കിയ ഒരു കാലമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ദൂരക്കാഴ്ചയോടുകൂടിയുള്ള നമ്മുടെ നാടിന്റെ ഭാവിയെ മികവാർന്ന തരത്തിലാക്കാൻ, ഈ കേരളത്തിൽ വികസനമൊന്നും നടക്കില്ല എന്ന അവസ്ഥയെ മുറിച്ചു കടക്കാൻ പ്രാപ്തമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. ഇപ്പോൾ നമ്മുടെ മലപ്പുറം പ്രദേശങ്ങളിലെല്ലാം ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട ആശങ്കകൾ രൂപപ്പെടുത്താനും അതിനെ തെറ്റായ സമരരൂപങ്ങളിലേക്ക് കൊണ്ടുപോകാനും പരിശ്രമം നടന്നതാണ്. വസ്തുതകൾ ശരിയാവണ്ണം ആളുകളോട് പറയുന്നതിന് പകരം തെറ്റിദ്ധാരണാജനകമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. നാടിനുതകുന്ന വികസനം എന്ന സമീപനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായത്. ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന വികസനമല്ല. ഇപ്പോ നമ്മുടെ റോഡ് വികസനവുമായി ബന്ധപ്പെടുത്തിയ വിഷയങ്ങളിൽ ഏറ്റവും മികവാർന്ന നഷ്ടപരിഹാരമാണ് നൽകിയത് എന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാനായി. 68 ഗുണഭോക്താക്കൾക്ക്, അതിൻ്റെ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് 48,34,00,000 നഷ്ടപരിഹാരം നൽകി. അർഹതയ്ക്ക് അപ്പുറത്തേക്കുള്ള വില ഭൂമിക്ക് നൽകിക്കൊണ്ടാണ് നമ്മളത് ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഗെയിൽ പൈപ്പ് ലൈൻ ആകട്ടെ 480 കിലോമീറ്റർ കേരളത്തിൽ പൂർത്തീകരിച്ച് അത് കമ്മീഷൻ ചെയ്യാവുന്നൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കി. അസാധ്യം എന്ന് കരുതിയതാണ് പ്രാവർത്തികമാക്കുന്നത്. കിഫ്ബി വഴിയുള്ള വികസന കുതിച്ചുചാട്ടമുണ്ട്. ഗവൺമെന്റ് കൃത്യമായ ലക്ഷ്യ പ്രഖ്യാപനം നടത്തി അത് പ്രവർത്തനങ്ങളെ സാർത്ഥകമാക്കുന്ന തരത്തിൽ പൂർത്തീകരിച്ച് മികവാർന്ന അടിസ്ഥാന സൗകര്യ വിപുലീകരണം ഇപ്പോൾ കേരളത്തിൽ നടക്കുകയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതിനെ ഇല്ലാതാക്കുന്ന പ്രവർത്തനം നടത്തുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തെ തടസ്സപ്പെടുത്താൻ, കേരളത്തിലെ ഗവൺമെന്റിനെ തന്നെ ദുർബലപ്പെടുത്താനും അട്ടിമറിക്കാനും, കേരളത്തിലെ ഭരണ നേതൃത്വത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും ഒക്കെ തന്നെ സഹായകരമായ പ്രചാരവേലകളാണ് കേരളത്തിലെ പ്രതിപക്ഷം നടത്തിയത്. UDF, BJP, കേന്ദ്ര ഏജൻസികൾ ഇവരുടെ കൂട്ടായ്മ ഒരുമിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒട്ടേറെ ഇത്തരം പ്രവർത്തനങ്ങളെ കണ്ടതാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം. വിമോചന സമരത്തിൻ്റെ രൂപത്തിൽ, തീവ്ര മതരാഷ്ട്രീയ ശക്തികൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ കൂട്ടായ്മയുടെ രൂപത്തിൽ, കേന്ദ്ര ഭരണ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തതിൻ്റെ അനുഭവത്തിൽ ഒക്കെ തന്നെ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷം ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇപ്പൊ കേന്ദ്ര ഏജൻസികളെ കൂടി കൂട്ടുപിടിച്ച് സംസ്ഥാനത്ത് അതിൻ്റെ പൊതുമുന്നേറ്റം ഇല്ലാതാക്കാനും ഗവൺമെന്റിനെ അട്ടിമറിക്കാനും ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുകയാണ്. സ്വാഭാവികമായും അതിനോട് പ്രതികരിക്കുക എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. കേരളത്തിലെ ജനങ്ങളെ അണിനിരത്തി
ശക്തമായ പ്രതിഷേധം ഇതിനെതിരായി രൂപപ്പെടുത്തണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇക്കഴിഞ്ഞ 16-ാം തീയതി കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തുന്ന ഒരു പ്രക്ഷോഭ സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ നടത്തിയത്. ഇപ്പൊ സ്ഥിതിഗതികൾ ഒന്നുകൂടി വ്യക്തമായി വന്നിരിക്കുകയാണ്. ഈട് തന്നെ വാർത്തകൾ ഉണ്ടാക്കുന്നു എന്നുള്ള നിലയിൽ പത്രങ്ങളിൽ വന്ന വാർത്തകൾ നോക്കിയാൽ കാണാൻ കഴിയും. അന്വേഷണം നടത്തുന്ന ഏജൻസികൾ ഈ നിലപാടുകൾക്കെതിരായി, ഈ കൂട്ടായ്മയ്ക്കെതിരായി UDF, BJP കേന്ദ്ര ഏജൻസികൾ ഇവരുണ്ടാക്കിയിരിക്കുന്ന സഖ്യത്തെ തുറന്നു കാണിച്ച് കേരളത്തെ രക്ഷിക്കേണ്ടതും കേരളത്തിൻ്റെ വികസനത്തെ സംരക്ഷിക്കേണ്ടതും വിപുലീകരിക്കേണ്ടതും. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള സംസ്ഥാനത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ആയിരങ്ങളെ അണിനിരത്തുന്ന ഒരു പ്രക്ഷോഭ സമരം ഈ വരുന്ന 25-ാം തീയതി സംഘടിപ്പിക്കുകയാണ്. കേരളത്തെ രക്ഷിക്കുക, വികസനം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ പ്രക്ഷോഭ സമരം LDF സംഘടിപ്പിക്കാൻ പോകുന്നത്. വളരെ ഐക്യത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക പാർട്ടികളെല്ലാം ഒന്നിച്ച് കേരളത്തിനെതിരായി ഇവർ കൊണ്ടുവരുന്ന ഈ കടന്നാക്രമണത്തെ പ്രതിരോധിച്ച് തോൽപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അണിനിരക്കും. കേരളത്തിലെ ജനങ്ങൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അംഗീകരിച്ചുകൊണ്ട് ഈ ജനകീയ പ്രതിരോധത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ഇതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വെൽഫെയർ പാർട്ടിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സഖ്യം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ പ്രാദേശികമായ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ തന്നെ അത് സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് LDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പടക്കാണ്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ശാക്തീകരണത്തിൻ്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഭൗതിക ചുറ്റുപാടുകളുടെ സവിശേഷതയിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുക. അതിൻ്റെ ദേശീയ മാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.
BJP സംഘപരിവാർ ഗവൺമെന്റിന്റെ മുൻഗണനാക്രമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലെ ന്യൂനപക്ഷ വിരുദ്ധത ഏറെ പ്രകടമാണ്. അതിൻ്റെ കോർപ്പറേറ്റ് താല്പര്യം അതും പ്രകടമാണ്. അത് BJP ഇതര ഗവൺമെന്റുകളെ അസ്ഥിരപ്പെടുത്തുകയാണ്. ആ നയങ്ങൾക്കെതിരായി ഏറ്റവും ശരിയായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിനെ, മുഖ്യമന്ത്രിയെ ഒറ്റ തിരിഞ്ഞെടുത്ത് ആക്രമിക്കാനും പ്രവർത്തിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്കെതിരായ ബദൽ രാഷ്ട്രീയം ഉയർത്തുന്നതുകൊണ്ട് കോർപ്പറേറ്റുകളുടെ പിൻബലവും ഈ നീക്കങ്ങൾക്കുണ്ട്. വളരെ വ്യത്യസ്തതയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം നമ്മൾ രൂപം കൊടുക്കുന്ന രാഷ്ട്രീയ സഖ്യവും രാഷ്ട്രീയ നിലപാടുകളും. ആ ഗൗരവബുദ്ധിയോടുകൂടിയല്ല UDFിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്നത് വ്യക്തമാണ്. രണ്ട് മന്ത്രിമാർക്ക് മുംബൈയിലെ ബിനാമിച്ചെത്തുന്ന വാർത്ത ഒരു പത്രത്തിൽ വന്നിരുന്നു. അത് മുല്ലപ്പള്ളിയും ചെന്നിത്തലയും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. അന്വേഷിക്കാൻ തന്നെയാണെന്നുള്ള സർക്കാർ. എന്താണ് അതിൽ ആരൊക്കെയാണ് മന്ത്രിമാർക്ക് പുറത്തു വരണമെന്നൊക്കെയാണ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്? ചെന്നിത്തലയും മുല്ലപ്പള്ളിയും മൂല്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഏതോ ഒരു മാധ്യമത്തിൽ അങ്ങനെ ഒരു വാർത്ത വന്നു. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും അങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ല. അതിന് തന്നെ വ്യക്തമാണ് അത് മൂല്യമില്ലാത്ത വാർത്തയാണ്. മൂല്യമില്ലാത്ത വാർത്തകൾ സ്വയം പ്രതിരോധത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നു എന്ന് കണ്ടാൽ മതി അതിനെ. ഞാനത് പറഞ്ഞല്ലോ, ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസിൽ ശ്രീമതി സോണിയാഗാന്ധി തന്നെ ഒരു ലേഖനം എഴുതുകയുണ്ടായി. വിവിധ കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ നിരവധി പ്രസ്താവനകൾ നടത്തേണ്ടായി. എൻഫോഴ്സ്മെന്റിനെയും കേന്ദ്ര അന്വേഷണ സംവിധാനങ്ങളെയും രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെയാണ് ഇന്ത്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു രാഷ്ട്രീയമാണ്. ആർക്കാണ് ഇവിടെ ഭയം? തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നിർഭയമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുക. ആ നിർഭയത്വമുള്ള നേതാവാണ് സഖാവ് പിണറായി വിജയൻ. ഭയമല്ല പ്രശ്നം. രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഘടനയുമായി ബന്ധപ്പെടുത്തിയ ജനാധിപത്യപരമായ ഭരണഘടനാപരമായ ഉള്ളടക്കത്തെ അട്ടിമറിക്കാൻ കേന്ദ്ര ഏജൻസികളെ ദുർവിനിയോഗം ചെയ്യുന്നതാണ് പ്രശ്നം. ആ പ്രശ്നത്തെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഭരണം അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ED എന്ന് പറയുന്നത്. EDക്കെതിരെ ഏത് നിലപാട്, അതല്ലാതെ എന്ത് നിലപാട് സ്വീകരിക്കാൻ ആലോചിക്കുന്നത്? അതിനെ നമ്മുടെ കേന്ദ്ര ഏജൻസികളെ ദുർവിനിയോഗം ചെയ്യുന്നതിനെതിരായി ബഹുജനങ്ങളെ അണിനിരത്തുകയാണ് പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളാണ് ആത്യന്തിക വിധികർത്താക്കൾ. അപ്പോൾ തെറ്റായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രതിപക്ഷം, BJP, അവർ ഈ ഘടകങ്ങളെ ന്യായീകരിക്കുന്നു കേരളത്തിൽ. ഇപ്പോൾ കേന്ദ്രത്തിലെ കോൺഗ്രസ് ചെയ്യുന്നില്ലല്ലോ, സോണിയാഗാന്ധി ചെയ്തില്ലല്ലോ. ഡസൻ കണക്കിന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് എതിരായിട്ട്, രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ട്, വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കെതിരായിട്ട്, എതിർ പാർട്ടികളിലെ ആളുകൾക്കെതിരായിട്ട് ഈ സമിതികളെ, ഈ അന്വേഷണ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി. ആരെങ്കിലും കാലുമാറി BJPയിൽ ചേർന്നാൽ അപ്പം തന്നെ അവരെ ഇന്ന് ഒഴിവാക്കി. മുഗൾ റോഡ് കേസുണ്ട്. നമ്മുടെ തൃണമൂൽ കോൺഗ്രസ് നേതാവ്, മറ്റൊരു കോൺഗ്രസ് നേതാവ് BJPയിൽ ചേർന്നു, അപ്പോൾ ഒഴിവാക്കി. അജിത് പവാർ
ഏതാനും ദിവസത്തേക്ക് കയറുന്നു, എല്ലാ കേസും ഒഴിവാക്കി. ഇതൊക്കെ നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ ഏജൻസികൾ ഇപ്പോൾ കേരളത്തിൽ വന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായി നീങ്ങാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അക്കാര്യം തുറന്നു കാണിച്ച് നല്ല ജനാധിപത്യ ബോധമുള്ള കേരളീയ സമൂഹത്തിൽ അതിനെതിരായിട്ടുള്ള പ്രചരണവും പ്രതിരോധവും പ്രതിഷേധവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ സമാഹരിച്ച് ഉയർത്തുകയാണ് ചെയ്യും. ഈ കേന്ദ്ര ഏജൻസികളെല്ലാം പൂർണ്ണമായും രാഷ്ട്രീയമായിട്ടാണ് നീങ്ങുന്നതെന്നാണ് അങ്ങയുടെ ആരോപണം. എല്ലാ അർത്ഥത്തിലും കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനത്തെ ഇതുവരെ പരിശോധിച്ച അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായിട്ട് അതിനെ ഉപയോഗിക്കുകയാണ്. അന്ന് മുഖ്യമന്ത്രിയാണ് കേന്ദ്ര ഏജൻസികളെ ആദ്യം ക്ഷണിച്ചത്. അത് ശരിക്കും ആ റീച്ചായി പോയി ആ നീക്കം എന്ന് തോന്നുന്നു. സത്യം കണ്ടുപിടിക്കാനുള്ള ഉത്കടമായ താല്പര്യത്തിൻ്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ സ്വാഗതം ചെയ്തത്. സത്യാന്വേഷണം ഒഴികെയുള്ള കുറ്റാന്വേഷണത്തിലെ ഒരു പ്രവർത്തന രീതിയാണ് അവർ തുടങ്ങി വെച്ചത്. അത് വ്യാപരിച്ച് മുന്നോട്ട് പോയത് രാഷ്ട്രീയ ചുമതലകൾ നിർവഹിക്കുന്ന തരത്തിലാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രയോഗം രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു. സ്വാഭാവികമായും ചുമതലകളിൽ നിന്നും മാറി രാഷ്ട്രീയ ആവശ്യത്തിൻ്റെ ഉപകരണമായി മാറുമ്പോൾ, അതിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് അത് മാറിപ്പോകുമ്പോൾ അതിനെ വിമർശിക്കേണ്ടതുണ്ട്. ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്നാൽ രാഷ്ട്രീയമായ ആവശ്യത്തിനു വേണ്ടി ദുർവിനിയോഗം ചെയ്യുന്ന ശൈലിയാണ് ഈ ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ടാണ് വിമർശിച്ചത്. ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന രീതികളിലൊന്നാണ് കൂട്ടായി അഭിപ്രായം രേഖപ്പെടുത്തുക എന്നത്. പ്രതിപക്ഷത്തുള്ള ഒരുപാട് നേതാക്കന്മാരെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ചെന്നിത്തലയെ കഴിഞ്ഞ തവണ ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒരു ഡസനോളം MLA-മാരെ പിടിക്കുന്നു. ചെന്നിത്തലയെ ഉടനെ പിടിക്കും. ഗവൺമെൻറ്റാണ് അന്വേഷിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ തെളിവുകൾ കിട്ടുന്നതിനനുസരിച്ചാണ് ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുന്നത്. ചെന്നിത്തലയ്ക്കെതിരായിട്ട് പരസ്യമായിട്ടുള്ള ആക്ഷേപമാണ് ഉന്നയിക്കപ്പെട്ടത്. പണം കൊടുത്തു എന്ന് പരസ്യമായിട്ട് ആക്ഷേപം ഉന്നയിക്കപ്പെട്ടതാണ്. ചെന്നിത്തലയുടെ പേര് വന്നു, മന്ത്രിയായിരുന്ന കെ ബാബുവിൻ്റെ പേര് വന്നു, VS ശിവകുമാറിൻ്റെ പേര് വന്നു. സ്വാഭാവികമായിട്ടും പരസ്യമായിട്ട് ഉന്നയിക്കപ്പെട്ടൊരു കാര്യത്തിൽ അന്വേഷണം നടത്തും. അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായി വസ്തുതകൾ തെളിയുമ്പോൾ നടപടികളും ഉണ്ടാവും. അതൊക്കെ നമ്മുടെ നാട്ടിലെ നിയമ നിർവഹണ രീതിയാണ്. നമ്മുടെ പ്രസ്താവന മുസ്ലിം ലീഗെല്ലാം വിവിധ വേദികളിൽ പരസ്യമായിട്ട് ആക്ഷേപമായിട്ട് ഉന്നയിച്ചു. ലിസ്റ്റ് തയ്യാറാക്കി നൽകി അതിനനുസരിച്ച് കേസെടുക്കുകയാണ് ചെയ്യുന്നതെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ലിസ്റ്റ് തയ്യാറാക്കി ഇത്രയും പേരെ പിടികൂടുന്നത് പരസ്യമായി LDF കൺവീനർ പ്രസ്താവിച്ചിരുന്നു. അതിനെ തുടർന്നിച്ചാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നാണ് ലീഗ് ആക്ഷേപിക്കുന്നത്. ലീഗ് സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുകയാണ് വേണ്ടത്. സംഭവങ്ങളെല്ലാം ഇവിടെ വ്യക്തമാണ്. തകരാറുകൾ സംഭവിച്ചു എന്നുള്ളത് വ്യക്തമല്ലേ. നമ്മളിവിടെ പാലായിരുന്നല്ലോ ഒരു മുഖ്യ വിഷയം. പാലാരിവട്ടം സംഭവത്തിൽ ഒരു പ്രമുഖ പത്രത്തിൻ്റെ മുഖലേഖനം പറയുന്നത് പാലത്തിൻ്റെ ദുരവസ്ഥയിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികൾക്കും
ഉത്തരവാദിത്തമുണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. പാലാരിവട്ടം പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ അന്വേഷണവും നടപടികളും കൃത്യമായും സത്യസന്ധമായും മുന്നോട്ട് പോവുക തന്നെ വേണം. കേരളത്തിലൊരു പ്രമുഖ പത്രത്തിൻ്റെ മുഖപ്രസംഗമാണ്. ഞങ്ങളെ എതിർക്കുന്ന ഒരു പ്രമുഖ ദിനപത്രം അന്നേ ദിവസം എഴുതിയതാണ്. അത് ഈ സമൂഹത്തിൻ്റെ ഒരു താല്പര്യമാണ്. ഞങ്ങളെ എതിർക്കുന്നവർക്ക് പോലും അക്കാര്യത്തിലെ ഞങ്ങളുടെ നിലപാടിനെ പൂർണ്ണമായി വിമർശിക്കാൻ കഴിയും. അത് കണ്ടുപിടിക്കുക വേണ്ടി തന്നെ വേണമെന്നാണ്. അപ്പോൾ അതേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പിടിക്കപ്പെടുമ്പോൾ ലീഗിന് ലേശം വിഷമുണ്ടാവും. അതിലിപ്പോൾ നമുക്കെന്താ ചെയ്യാൻ കഴിയുക? അവർ സ്വയം ചികിത്സിക്കുക എന്നുള്ളത് മാത്രമേ മാറുള്ളൂ. സിദ്ദീഖാപ്പൻ മാധ്യമപ്രവർത്തകൻ അവിടെ യുപിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, തടവ് കഴിയാണ്. ഒക്കെതിരെയാണ് ഇപ്പോൾ യു പി പോലീസ് കോടതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മറ്റ് നിരോധിക്കപ്പെട്ട സംഘടനകളുമായി ബന്ധമുണ്ട് എന്നുള്ളൊക്കെ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്താണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്? ഉത്തർപ്രദേശ് ഗവൺമെൻറ് ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന പല നിലപാടുകളും തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ താല്പര്യത്തിന് സഹായകരമായ തരത്തിലുള്ളതാണ്. അവരുടെ ഇക്കാര്യങ്ങളിലെ വിശദീകരണങ്ങളും ആ നിലയിലുള്ളതാണ്. എനിക്ക് പ്രത്യേക സംഭവത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും അറിയാം. പക്ഷേ കേന്ദ്ര BJP ഗവൺമെൻറ്റാണ് ഇത്തരം കാര്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഉത്തർപ്രദേശ് ഗവൺമെൻറ്റാണെന്ന് വരുമ്പോൾ സാധാരണഗതിയിൽ ആ ഗവൺമെൻറ് എപ്പോഴും അതിൻ്റെ തീവ്ര ഹിന്ദുത്വ നിലപാടിനെയാണ് ഉയർത്തിപ്പിടിക്കാറുള്ളത്. നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, UP ഗവൺമെൻറ് എടുത്തിട്ടുള്ളൊരു നയമാണ്. UP ഗവൺമെൻറ് പൊതു നിലപാട് ഇതാണ്. അത് വെച്ചുകൊണ്ടേ നമുക്കതിൽ അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയും. ബാക്കി കാര്യങ്ങൾ വിശദാംശങ്ങൾ പരിശോധിച്ചല്ലേ നമുക്ക് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞു, ഗവൺമെൻറ്റാണ് ഇക്കാര്യത്തിൽ അന്വേഷിച്ചുകൊണ്ട്. അല്ല, ഒരിക്കൽ പറഞ്ഞാൽ തന്നെ കാര്യം വ്യക്തമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ചോദിക്കേണ്ട കാര്യമില്ല. അത് അന്ന് നമ്മളത് സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു കാര്യം പറയണ്ടായി, അവിടെ തീർന്നു. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ചോദ്യം അത് വേണ്ട. അല്ല, ഇതിൽ പകപോക്കേണ്ട കാര്യം രാഷ്ട്രീയമല്ല. ഇത് വസ്തുതകളാണ്. UDF നേതാക്കന്മാർ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും, അവരെല്ലാം അന്വേഷണം നടക്കുകയാണ് ഇവർക്കെതിരായിട്ട്. നമ്മളാരെങ്കിലും കൊടുത്തിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ പേരിലല്ലേ, ഇവർ നടത്തിയ അഴിമതിയുടെ പേരിലാണ് അന്വേഷണം നടക്കുന്നത്. വിജിലൻസ് അന്വേഷണം നടക്കുന്നു. 2 ലീഗ് MLA-മാർക്കും എതിരായിട്ട് കൂടി നടക്കുന്നുണ്ട്. കോൺഗ്രസ് MLA-മാർക്കും നേതാക്കന്മാർക്കും എതിരായിട്ട് നടക്കുന്നുണ്ട്. മറ്റു ചില കേസുകളുണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്തെങ്കിലും കുറ്റം ആരോപിച്ചുകൊണ്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടല്ല ഇവിടെ ഈ അന്വേഷണങ്ങൾ നടക്കുന്നത്. സമൂഹത്തിൽ വളരെ കൃത്യമായി ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളിലാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഗൂഢാലോചനയും സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസിന്റെ ഒക്കെ അന്വേഷണം വസ്തുതകളാകുമ്പോൾ അതൊരു വൈരുദ്ധ്യമല്ലേ? അതിൽ വൈരുദ്ധ്യമില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. മറ്റേത് തെളിവല്ലേ. ഇവിടെ ബിജു രമേശ് വന്ന് 3 ആക്ഷേപം ഉന്നയിച്ചു. നമ്മൾക്കെല്ലാവരും കേട്ടില്ലേ? നമ്മളെല്ലാവരും കേട്ടതാണല്ലോ. 1 കോടി രൂപ ചെന്നിത്തലയ്ക്ക്, 50 ലക്ഷം ബാബുവിന്, 25 ലക്ഷം VS ശിവകുമാറിന്,
ഞങ്ങളാരെങ്കിലും പറഞ്ഞാണോ? ഞങ്ങളാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് രാഷ്ട്രീയം എന്ന് പറയും. ഞങ്ങളാരും പറഞ്ഞല്ല. പരസ്യമായിട്ട് ഇവിടെ വ്യക്തമാക്കപ്പെട്ടതാണ്. ബാർ ലൈസൻസിൻ്റെ വില കൂടുമ്പോൾ, അതിൻ്റെ ചാർജ് പ്രതിവർഷ ഫീ കൂടുമ്പോൾ അതിൻ്റെ പേരിൽ കാശ് വാങ്ങുന്നു. ബാറുകൾ അടച്ചു പൂട്ടുമ്പോൾ അതിൻ്റെ പേരിൽ പണം വാങ്ങുന്നു. ഇതൊന്നും ഞങ്ങൾ ഉന്നയിച്ചല്ലോ. പരസ്യമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ആ വ്യവസായവുമായി ബന്ധപ്പെട്ട ആളുകൾ പരസ്യമായിട്ട് ഉന്നയിച്ചല്ലേ. അതിലെവിടെ രാഷ്ട്രീയം? അതിൽ വസ്തുതയാണുള്ളത്. ഇതിലിത് മതി, ഇതിലിത്ര മതി.